വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ആരോപണ വിധേയനായ പഞ്ചായത്ത് അംഗം മരിച്ച നിലയിൽ പെരിക്കല്ലൂർ സ്വദേശി ജോസ് നെല്ലേടമാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോസിനെതിരെ പരാതി ലഭിച്ചതായി അറിയില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇന്ന് രാവിലെയാണ് ജോസ് നെല്ലേടത്തിനെ വീടിന് സമീപത്തെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം ഉള്ളിൽ ചെന്ന് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. വേഗം ചെന്ന് കുളത്തിന്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മറ്റേ ഒരു ചിമക്കൊന്ന് നിൽപ്പുണ്ട്, അതിൽ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. വെള്ളത്തിലാണ് കിടന്നത്. അപ്പോൾ കത്തിയും കുപ്പിയും തൊട്ട സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതെന്ന്. കള്ളക്കേസിൽ കുടുങ്ങിയ തങ്കച്ചൻ ഇതിനു പിന്നിൽ ജോസ് നെല്ലേടത്തിന് പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു. ജോസിനെ പുൽപ്പള്ളി പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച് കുടുക്കിയ കേസിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് അംഗമായ ജോസിനെ പോലീസ് പ്രതി ചേർത്തിരുന്നില്ല. ജോസിനെതിരെ തങ്കച്ചൻ പരാതി നൽകിയതായി അറിവില്ലെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. തങ്കച്ചന്റെ പരാതിയിൽ ആരുടെയും പേരില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ തങ്കച്ചനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് പ്രതികളിലേക്ക് എത്താനുള്ള യാതൊരുവിധ കാര്യങ്ങളുമില്ല. സംശയങ്ങൾ വേണമെങ്കിൽ പറയാം. കോൺഗ്രസ് കൊലപാതക പാർട്ടിയായി മാറിയെന്ന് CPIM വയനാട് ജില്ലാ സെക്രട്ടറി K. റഫീഖ്. ഇവിടെ അധികാരത്തിന് വേണ്ടി, സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അണികൾ ഉൾപ്പെടെ ഇരയാക്കിക്കൊണ്ട് നേതൃത്വം നടത്തുന്ന അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവർത്തനമാണ് ജില്ലയിലെ കോൺഗ്രസ് നടക്കുന്നത്. നാളെയാണ് ജോസ് നെല്ലേടത്തിന്റെ സംസ്കാര ചടങ്ങുകൾ. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.